വെൽക്കം ബാക്ക്. ഈ കാലത്ത് ഫോൺ എല്ലാ സ്ഥലത്തുമുണ്ട്. അതായത് ഈസിയായി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നർത്ഥം. അതുകൊണ്ട് തന്നെ പലരും ഇതിനെ നോർമലായി കൺസിഡർ ചെയ്യാൻ തുടങ്ങി. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും എങ്ങനെ ഈ ഒരു ഹാബിറ്റ് നിങ്ങളുടെ സെക്സ്, ലവ്, ഇന്റിമസി, അതേപോലെ സെൽഫ് കൺസെപ്റ്റ് ബേസ്ഡ് ബിലീഫ്സിനെ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഫോൺ ആക്ച്വലി ഒരു ഫാന്റസിയാണ് സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് നിങ്ങൾ എക്സ്പെക്ടേഷൻസ് ആയി മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. ഇത് പലരും റിജക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആവാം, പക്ഷേ സബ് കോൺഷ്യസ്ലി നിങ്ങളുടെ മനസ്സിൽ ഈ ഫാന്റസീസ് എല്ലാം കയറി കൂടിയിട്ടുണ്ടാവും. അത് വെച്ചാണ് പിന്നെ നിങ്ങൾ നിങ്ങളുടെ സെക്ഷൽ എക്സ്പീരിയൻസിനെ മെഷർ ചെയ്യാൻ തുടങ്ങുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സില്ലിയായി തോന്നിയാലും ഇതൊരു ഡേഞ്ചറസ് ആയ ആറ്റിറ്റ്യൂഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ഇന്നത്തെ വീഡിയോയിൽ ഫോണിന്റെ ഫേക്ക് ഇന്റിമസി എന്താണെന്നും അതെങ്ങനെയാണ് ഫാന്റസിയായി നമുക്ക് സെൽ ചെയ്യുന്നതെന്നും എക്സ്പ്ലോർ ചെയ്യാം. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ഇതിൽ നിന്ന് ബ്രേക്കായി എങ്ങനെ ഒരു മീനിങ് ഫുൾ ആയ ലവ് ആൻഡ് സെക്ഷൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് റിയലൈസ് ആവും. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം ഷെയർ ചെയ്യാനുണ്ട്. ഞങ്ങൾ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് നിങ്ങൾക്ക് വേണ്ടി ഒരു 21 ദിവസത്തെ അഡിക്ഷൻ റിക്കവറി കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ്ഡ് സയന്റിഫിക് ടൂൾസ്, എക്സ്പെർട്ട് മെന്റേഴ്സ്, ബെസ്റ്റ് കമ്മ്യൂണിറ്റി സപ്പോർട്ട്, അങ്ങനെയുള്ള പല അഡ്വാൻറ്റേജസും നിങ്ങൾക്ക് ഈ കോഴ്സിൽ ഗ്യാരണ്ടീഡ് ആണ്. ഈ കോഴ്സിൽ എൻറോൾ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഹായ് എന്ന ഒരു സിമ്പിൾ മെസ്സേജ് ടൈപ്പ് ചെയ്തയക്കൂ. വിത്തിൻ 24 hours ഞങ്ങളുടെ ടീമിൽ നിന്ന് ഒരു എക്സിക്യൂട്ടീവ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അവരുമായി നിങ്ങൾക്ക് കോഴ്സ് റിലേറ്റഡ് ആയ ഏത് ഇൻഫർമേഷൻസും എൻക്വയറീസും ചോദിച്ച് മനസ്സിലാക്കാം. നൗ ബാക്ക് ടു അവർ ടോപ്പിക്. ഒന്ന്, ഫോൺ എപ്പോഴും വളരെ ഹൈ സ്റ്റാൻഡേർഡ്, അതും റിയലിസ്റ്റിക് അല്ലാത്ത ബോഡി സ്റ്റാൻഡേർഡ്സ് ആണ് സെൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, മസ്കുലാർ ബോഡീസ് ഉള്ള ആണുങ്ങൾ, സ്ലിം അല്ലെങ്കിൽ അണ്ടർവെയ്റ്റ് ആയ പെണ്ണുങ്ങൾ എന്ന രീതിയിലുള്ള കൺസെപ്റ്റ് ആണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അവർ ബോഡി പാർട്സിനെയും എക്സാജറേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ പ്രോബ്ലം വരുന്നത് റിയൽ ലൈഫ് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുമ്പോഴാണ്. ഇങ്ങനെയുള്ള പെർഫെക്റ്റ് ബോഡീസ് നിങ്ങൾ ഈ വീഡിയോസ് ത്രൂ കണ്ടിന്യൂസ്ലി കാണുമ്പോൾ നിങ്ങളുടെ ബോഡി ഓർ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സിന്റെ കാര്യത്തിലാവാം ആ ഡൗട്ട്സ് വരുന്നത്. അവസാനം അതൊക്കെ ഇൻഫീരിയോറിറ്റി, ബാഡ് ബോഡി ഇമേജ്, ലോ സെൽഫ് എസ്റ്റീം പോലെയുള്ള ഇഷ്യൂസ് ആയി മാറും. അതായത് ഈ ഒരു ഹാബിറ്റ് കാരണം ഇത്രയും കാലം നിങ്ങൾ ബിൽഡ് ചെയ്ത നിങ്ങളുടെ സെൽഫ് കൺസെപ്റ്റിന് ക്രാക്ക് വരാൻ തുടങ്ങും, ബോത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി. രണ്ട്, ഫോൺ കുറെ കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു ജെൻഡർ ഡിഫറൻസ് അല്ലെങ്കിൽ റോൾ ഡിഫറൻസ് വരുത്താൻ തുടങ്ങും. അതായത് മെൻ എപ്പോഴും കൺട്രോളിലുള്ള റോളിലും വിമൺ എപ്പോഴും ഒരു സറണ്ടറിംഗ് റോളിലും ഒബ്ജക്ടിഫൈ ചെയ്യാൻ തുടങ്ങും. എത്രത്തോളം അങ്ങനെയുള്ള അഡൽട്ട് കണ്ടന്റ്സ് നിങ്ങൾ കാണുന്നോ അത്രത്തോളം നിങ്ങൾ ആ മൈൻഡ് സെറ്റിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ചിലർ ഈ ഒരു കാരണം കൊണ്ടാണ് സെക്ഷൽ വയലൻസിലേക്ക് വരെ എത്തുന്നത്. പക്ഷെ റിയൽ ലൈഫിൽ സെക്സ് എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ഹാപ്പിനെസ് പോലെ ആയിരിക്കണം. അതിൽ രണ്ടുപേരുടെയും റോള് ഒരുപോലെ തന്നെ ഉണ്ടാവണം. അതാണ് മ്യൂച്വൽ റെസ്പെക്ട്. 3, പോണോഗ്രഫി കാരണം ഉണ്ടാവുന്ന വേറൊരു പ്രശ്നം സെക്ഷൽ അഗ്രഷൻ ആണ്. ചിലരുടെ ഫോൺ കണ്ടന്റ്സ് വളരെ റഫ് സെക്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഹാർഷ് സെക്സ്, BDSM അങ്ങനെയൊക്കെ. ഇങ്ങനെയുള്ള കണ്ടന്റ്സ് കൺസ്യൂം ചെയ്ത് മാസ്റ്റർബേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് പിന്നെ അങ്ങനെയുള്ള മൂഡ് ഷിഫ്റ്റ് മൈൻഡിൽ ഫിക്സ് ആവും. അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അയാളെ പിന്നീട് സെക്ഷുവലി അപ്പീൽ ചെയ്യൂ. അതിനു വേണ്ടിയായിരിക്കും അയാൾ ക്രേവ് ചെയ്യുന്നത്. അതെല്ലാം സ്ക്രീനിൽ കണ്ട് എൻജോയ് ചെയ്യുന്ന സമയത്ത് അത് കാരണം ഉണ്ടാവുന്ന ഫിസിക്കൽ പെയിൻ എന്താണെന്ന് അവർ കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല. അവർക്ക് വേണ്ടത് ആ പ്ലഷർ മാത്രമാണ്. പക്ഷെ റിയൽ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്ര അഗ്രസീവ് ആണെന്ന അവയർനെസ് അവർക്ക് ഉണ്ടാവണമെന്നില്ല. അവിടെയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. കാരണം ഫോൺ നിങ്ങളെ പഠിപ്പിച്ചത് സെക്സ് പ്ലഷർ ഉണ്ടാവുന്നത് റഫ് ആവുമ്പോഴാണ് എന്നാണ്. പക്ഷെ റിയൽ ലൈഫിൽ അത് കിട്ടാതെ വരുമ്പോൾ നിങ്ങളുടെ സെക്സ് ലൈഫ് നിങ്ങൾക്ക് വളരെ ഡൾ ആൻഡ് ബോറിംഗ് ആയി തോന്നാൻ തുടങ്ങും. ഇങ്ങനെയാണ് ഫോൺ നിങ്ങളുടെ സെക്സ് ആൻഡ് ഇന്റിമസിയിൽ നെഗറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങുന്നത്. 4, നിങ്ങൾ കാണുന്ന ഫോൺ കണ്ടന്റ്സിൽ കൺസെന്റ് എന്ന പ്രയോഗം തന്നെ ഉണ്ടാവില്ല. ജസ്റ്റ് എന്തെങ്കിലും ഒരു സെക്ഷൽ സ്ക്രിപ്റ്റഡ് സീൻ നടക്കുന്നുണ്ടാവും, ദാറ്റ്സ് ഇറ്റ്. സോ കാണുന്നവർക്ക് ഇവിടെ കിട്ടുന്ന പിക്ചർ സെക്സ് മാത്രമാണ്, അല്ലാതെ അതിലേക്ക് എത്തുന്ന മാനറിസം, പോസിറ്റീവ് ബിഹേവിയർ അങ്ങനെയൊന്നും ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ വെറും ഈ കണ്ടന്റിൽ മാത്രം ഫോക്കസ്ഡ് ആവുന്ന ആളുകളുടെ മൈൻഡിൽ സെക്സ് എന്ന പിക്ചർ മാത്രമേ ഉണ്ടാവൂ. വളരെ യങ് ഏജിൽ തന്നെ ഇതെല്ലാം കൺസ്യൂം ചെയ്യുമ്പോൾ അത് വളരെ ഡേഞ്ചറസ് ആയ കാര്യങ്ങളായി മാറാൻ ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ സെക്ഷൽ ക്രൈംസ് എല്ലാം കമ്മിറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, റിസർച്ച് അനുസരിച്ചുള്ള റിപ്പോർട്ട് റിസൾട്ട്സ് കൺക്ലൂഡ് ചെയ്യുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോൺ അഡിക്ഷൻസിന്റെ ബൈ പ്രോഡക്ട്സ് ആണ്. ചിലർക്ക് അതിന്റെ അവയർനെസ് ഉണ്ടാവും, പക്ഷെ ചിലർക്ക് അത് കോൺഷ്യസ്ലി അറിയണമെന്നില്ല. ഫോൺ നിങ്ങളുടെ സെക്ഷൽ വ്യൂസിനെ ഡിസ്റ്റർബ് ചെയ്യുമെന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ ബ്രെയിനിന്റെ ജനറൽ ആക്ടിവിറ്റീസിനെ പോലെ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് സോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.